സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി സ്ഥാപക പത്രാധിപരുമായിരുന്ന കെ കേശവമേനോനുമായി ആത്മബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന കല്ലാച്ചി വലിയ പറമ്പത്ത് താമസിക്കുന്ന രാഘവേട്ടൻ ഓർമ്മയായി. രാഘവേട്ടന്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമാകുന്നത് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പൊരുതി മുന്നേറിയ ജീവിതത്തെയാണ്. 1960-കളിൽ നാദാപുരത്തെ ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും രാഘവേട്ടൻ കോഴിക്കോടെത്തി കേശവമേനോനെ നേരിട്ട് പരിചയപ്പെടുന്നു. പിന്നീട് മേനോന്റെ സഹകരണത്തോടെ ജന്മനാടായ കൈവേലിയിലും കല്ലാച്ചിയിലും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ജീവിത ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ മേനോൻ പകർന്നു നൽകിയ പിന്തുണ ഏറെ സഹായിച്ചെന്ന് രാഘവേട്ടൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കേശവമേനോന്റെ നാം മുന്നോട്ട് എന്ന ലേഖന പരമ്പരയിലൂടെയാണ് രാഘവേട്ടൻ മേനോന്റെ ആരാധകനായി മാറിയത്. കാഴ്ച പരിമിതിയുള്ള രാഘവേട്ടൻ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പത്രം വായിച്ചിരുന്നത്. നാം മുന്നോട്ടിലെ ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ത്രസിപ്പിക്കുന്നവയായിരുന്നു. കഴിഞ്ഞ മഹാപ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രാഘവേട്ടൻ തന്റെ പെൻഷൻ തുക സംഭാവന ചെയ്തത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കാഴ്ച പരിമിതികൾക്കിടയിലും പൊതുകാര്യങ്ങളുമായി ഏറെ ഇഴകിച്ചേർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. MT വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ള മാതൃഭൂമിയിലെ ആദ്യകാല പത്രാധിപരുമായി രാഘവേട്ടൻ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. കല്ലാച്ചിയിലെ സാധാരണക്കാരനായ രാഘവേട്ടനുമായി കേശവമേനോൻ എന്ന പത്രാധിപർ കാത്തു സൂക്ഷിച്ച ആത്മബന്ധം അനുകരണീയമായ മാതൃകയാണ്.